ഇന്ന് ഫെബ്രുവരി 23 ഈ ആഴ്ച OTT റിലീസ് ചെയ്ത സിനിമകളുടേതടക്കം 9 OTT റിലീസ് അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തേത് തമിഴിൽ നിന്നുള്ള സിംഗപ്പൂർ സെലോൺ എന്ന സിനിമയാണ്. ചിത്രം ഇന്ന് ആമസോൺ പ്രൈമിലൂടെയും ഒപ്പം തെൻകോട്ടയിലൂടെയും തമിഴ് ഭാഷയിൽ മാത്രം OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. RJ ബാലാജി, സത്യരാജ്, ലാൽ തുടങ്ങിയവരൊക്കെ അഭിനയിച്ച സിനിമ നിങ്ങൾ ഇതിനോടകം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയൂ. ബ്ലൂ സ്റ്റാർ എന്ന സിനിമ ഇന്ന് തെൻകോട്ടയിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച സിനിമയാണ്. എന്നാൽ ഏകദേശം ഒരാഴ്ച വൈകി അടുത്തയാഴ്ച മാർച്ച് 1 മാത്രമേ ഈ സിനിമ OTT റിലീസ് ചെയ്യുകയുള്ളൂ. തമിഴിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു സ്പോർട്സ് ഡ്രാമ പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമ കൂടിയാണ് ശാന്തനു, അശോക് സെൽവൻ തുടങ്ങിയവർ പ്രധാന റോളുകളിലെത്തിയ ബ്ലൂ സ്റ്റാർ. മൂന്നാമത്തേതൊരു നെറ്റ്ഫ്ലിക്സിന്റെ ഡോക്യുമെന്ററി സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ഇന്ന് OTT റിലീസ് ചെയ്യുമെന്ന് നെറ്റ്ഫ്ലിക്സ് നേരത്തെ അറിയിച്ച ഒരു ഡോക്യുമെന്ററി സീരീസ് ആയിരുന്നു ദി ഇന്ദ്രാണി മുഖർജി സ്റ്റോറി. എന്നാൽ കേസ് കോടതിയിൽ നടക്കുന്നത് കൊണ്ട് CBIയുടെ അഭ്യർത്ഥന മാനിച്ച് ട്രയൽ കംപ്ലീറ്റ് ആകുന്നത് വരെ ഈ സീരീസ് OTT റിലീസ് ചെയ്യുന്നതല്ല. നിലവിൽ കമ്മിങ് സൂൺ OTT പോസ്റ്ററാണ് നെറ്റ്ഫ്ലിക്സിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. പുതുക്കിയ OTT റിലീസ് തീയതി അപ്ഡേറ്റിനായിട്ട് കാത്തിരിക്കൂ. ആന്റണി എന്ന സിനിമയുടെ തെലുഗു പതിപ്പ് ഇന്ന് അഹ തെലുഗു OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ജോഷി സംവിധാനം ചെയ്ത സിനിമ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി 10 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ്. കഴിഞ്ഞ ആഴ്ച OTT റിലീസ് ചെയ്തൊരു തെലുഗു സിനിമയാണ് പ്രിയാമണി നായികവേഷത്തിലെത്തിയ ഭാമകലാപം 2. ഇന്ന് മുതൽ അഹ തമിഴ് OTT പ്ലാറ്റ്ഫോമിലൂടെ സിനിമയുടെ തമിഴ് ഡബ് വെർഷൻ കൂടി OTT റിലീസ് ആയിരിക്കുകയാണെന്ന് പ്രേക്ഷകരെ പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. മോളിവുഡിൽ നിന്നും ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം വെബ് സീരീസ് ആണ് പോച്ചർ. ഹിന്ദിയിൽ ചിത്രീകരിച്ച ഈ മലയാളം സീരീസ് മലയാളം, ഹിന്ദി, തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിൽ ആമസോൺ പ്രൈമിലൂടെയാണ് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. ആനക്കൊമ്പ് വിഷയം പ്രമേയമാക്കി ഒരുക്കിയ പോച്ചർ എന്ന സീരീസിൽ നിമിഷ സജയൻ, റോഷൻ മാത്യു തുടങ്ങിയവർ പ്രധാന റോളുകളിലെത്തുന്നു. വീഡിയോയിലെ 7ാമത്തെ അപ്ഡേറ്റ് ഇന്ന് OTT റിലീസ് ചെയ്ത നെറ്റ്ഫ്ലിക്സിന്റെ ഒരു വിദേശ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. മിയ കുൽപ്പ എന്നാണ് ചിത്രത്തിന്റെ പേര്. നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഇപ്പോൾ ഈ സിനിമ പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. ഇന്ന് മലയാളത്തിൽ നിന്നും ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണല്ലോ. 2024 ഏറ്റവും ചെലവേറിയ മലയാളം സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ലിജോയുടെ മലിക്കോട്ടെ വാലിബൻ ഇന്ന് Disney+ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ലാലേട്ടിന്റെ മലിക്കോട്ടെ വാലിബൻ മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഭാഷകളിൽ ഇപ്പോൾ Disney+ ഹോട്ട്സ്റ്റാറിലൂടെ പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്ന അബ്രഹാം ഓസ്ലറിന്റെ അപ്ഡേറ്റ് ആണ്. മിഥുൻ മാനുവൽ തോമസിന്റെ സംവിധാനത്തിൽ ജയറാം നായകനെ എത്തിയ മമ്മൂട്ടി ഒരു പ്രധാന റോളിലെത്തിയ സിനിമ ഈ വർഷത്തിലെ ആദ്യത്തെ മലയാളം ഹിറ്റ് സിനിമയാണല്ലോ. അബ്രഹാം ഓസ്ലർ എന്ന സിനിമയുടെ OTT അവകാശങ്ങൾ Disney+ ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. മലിക്കോട്ടെ വാലിബന് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ വാലിബന് ശേഷം ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുന്ന അടുത്ത മലയാളം സിനിമയാണ്. ചിത്രം അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ, അതായത് മാർച്ച് 8-ാം തീയതിയോടെ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. മലയാളത്തിന് പുറമെ അന്യഭാഷകളിലും അബ്രഹാം ഓസ്ലർ ലഭ്യമാകും. അപ്പോൾ അബ്രഹാം ഓസ്ലറിന്റെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി പ്രഖ്യാപനത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.